നമസ്കാരം. സംസ്ഥാനത്ത് ഒരു മന്ത്രിസഭാ പുനഃസംഘടന മുൻകൂട്ടി നിശ്ചയിച്ചതുപോലെ തന്നെ നടക്കാൻ പോകുന്നു. പുതിയ മന്ത്രിമാർക്ക് അംഗീകാരം നൽകുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ LDF യോഗം ഈ മാസം 24-ന് ചേരാൻ പോകുന്നു. രണ്ടാം പിണറായി സർക്കാരിന്റെ തുടക്കത്തിൽ മുന്നണി നിശ്ചയിച്ചത് പ്രകാരം KB ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിസഭയിലേക്ക് വരാൻ പോകുന്നു. ഇത് മുന്നണി കാര്യമാണ്. പ്രതിപക്ഷത്തിന് പ്രതിഷേധിക്കാമെന്നല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല ഇക്കാര്യത്തിൽ. പക്ഷേ സംസ്ഥാനത്തെ BJP അടങ്ങിയിരിക്കുമോ? ഇല്ല എന്നാണ് ഇപ്പോൾ കേൾക്കുന്ന സൂചനകൾ. നവകേരള സദസ്സിന്റെ സമാപന വേളയിൽ വേണം എന്ന് തീരുമാനിച്ചാൽ ഇടതു മുന്നണിക്കും സർക്കാരിനും കടുത്ത വെല്ലുവിളി ഉയർത്താൻ ഇനി BJP കൊണ്ട് മാത്രമേ സാധിക്കൂ. പക്ഷെ എങ്ങനെ? അവിടെയാണ് കാര്യമിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ ഭരണത്തലവൻ എന്ന നിലയ്ക്ക് ഗവർണർ അന്തിമ അനുമതിയും സമയവും നൽകിയാൽ മാത്രമേ സത്യപ്രതിജ്ഞ പോയിട്ട് രാജ്ഭവൻ ഒന്ന് അലങ്കരിക്കാൻ പോലും പറ്റും. രാജ്ഭവനിൽ നിന്നും സത്യപ്രതിജ്ഞാ വേദി മാറ്റിയാലും ഭരണഘടനാ പ്രകാരം ഗവർണറുടെ സാമീപ്യം വേണം. ഇടത് കേന്ദ്രങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് ഗവർണർ എങ്ങാനും ഉടക്കുമായി വരുമോ എന്നാണ്. കിട്ടിയ അവസരം പരമാവധി മുതലാക്കാനാണ് പക്ഷേ BJPയുടെ തീരുമാനമെന്ന് തോന്നുന്നു. കാരണം നവകേരള സദസ്സ് 24-ാം തീയതി തലസ്ഥാനത്ത് അവസാനിക്കാൻ പോവുകയാണ്. അപ്പോഴായിരിക്കും BJP തങ്ങളുടെ റോൾ ഇവിടെ കാണിക്കുക. തന്നെ തലസ്ഥാനത്ത് വഴി തടഞ്ഞ കേരളത്തിലെ സർവകലാശാലകളിൽ തന്നെ കയറ്റില്ല തടയുമെന്ന് പ്രഖ്യാപിച്ച SFIക്കാരെ വെല്ലുവിളിച്ച് ഗവർണർ വരുന്ന 16 മുതൽ 18 വരെ താമസിക്കുക കോഴിക്കോട് സർവകലാശാലയ്ക്കകത്തുള്ള ഗസ്റ്റ് ഹൗസിലായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോഴും ഇടത് സംഘടനകൾ ഗവർണറെ വീണ്ടും പ്രഖ്യാപിച്ചാൽ പിന്നെ ഗവർണർ എടുക്കുന്ന തീരുമാനങ്ങൾ എന്തായാലും അത് ഇടത് മുന്നണിയെ മുൾമുനയിൽ നിർത്തുന്നത് തന്നെയായിരിക്കും തീർച്ച. തൽക്കാലം ഗവർണറെ പ്രകോപിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. ശ്രദ്ധിക്കണം, ഗവർണർ ആകട്ടെ ഇപ്പോൾ മാധ്യമങ്ങളെ അടച്ചങ്ങ് തെറി പറയുന്നുമില്ല. എന്തായാലും നവകേരള യാത്ര സമാപിക്കുന്ന അന്ന് ഇടതു മുന്നണി തലസ്ഥാനത്ത് യോഗം ചേരും. ഗവർണറോട് KB ഗണേഷ് കുമാറിനെയും കടന്നപ്പള്ളി രാമചന്ദ്രനെയും മന്ത്രിമാരാക്കാനും അഹമ്മദ് ദേവർകോവിലിന്റെയും ആന്റണി രാജുവിന്റെയും രാജി സ്വീകരിക്കുവാനും മുന്നണി തീരുമാനപ്രകാരം മുഖ്യമന്ത്രി ആവശ്യപ്പെടുക തന്നെ ചെയ്യും. തീരുമാനം അന്തിമമായി ഗവർണറുടെ തന്നെയാകും. അങ്ങനെയെങ്കിൽ എറണാകുളത്ത് ജനുവരി 1-2 തീയതികളിൽ നടക്കുന്ന മാറ്റിവെച്ച നവകേരള സദസ്സുകളിൽ ഇരുവരും മന്ത്രിമാരായി തന്നെ പങ്കെടുക്കും. പക്ഷെ അതിന് ഗവർണർ കനിയണം. BJPക്കാർ ഇടയ്ക്ക് ഉടക്കുണ്ടാകാതെ നോക്കണം. KB ഗണേഷ് കുമാറിന് ഗതാഗത വകുപ്പും കടന്നപ്പള്ളിക്ക് തുറമുഖ വകുപ്പും കിട്ടാനാണ് സാധ്യത. അന്തിമ തീരുമാനം എടുക്കുന്നതിന് പിന്നാലെ നിലവിലെ ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജുവും തുറമുഖ മന്ത്രി അഹമ്മദ് ദേവർകോവിലും തങ്ങളുടെ രാജി സമർപ്പിക്കും. സാധാരണ ഇതേ വകുപ്പുകൾ തന്നെയാണ് പകരം വരുന്നവർക്കും ലഭിക്കേണ്ടത്. കടന്നപ്പള്ളി മുമ്പ് തുറമുഖ വകുപ്പും ഗണേഷ് കുമാർ മുമ്പ് ഗതാഗത വകുപ്പും ഭരിച്ചിട്ടുണ്ട്. ഓർക്കേണ്ട കാര്യം, ആരെയൊക്കെ മന്ത്രിമാരാക്കണം, ഏതൊക്കെ വകുപ്പുകൾ അവർക്ക് നൽകണം എന്നതിൽ അന്തിമ തീരുമാനം ഇടത് മുന്നണിയുടേത് മാത്രമാകും. അതുക്കും മേലെ തന്റെ നിലപാടുകളുമായി ഗവർണർ ഉണ്ടാകും. പക്ഷെ ഗവർണറെ എങ്ങാനും പ്രകോപിപ്പിച്ചാൽ തീരുമാനം എന്താകുമെന്ന് രാജ്ഭവന് പോലും വ്യക്തതയില്ല. എന്തായാലും രണ്ട് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി രാജ്ഭവൻ ഏതാണ്ടൊക്കെ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. പക്ഷേ ഗവർണറുടെ ഒരു അന്തിമ അംഗീകാരം മുഖ്യമന്ത്രിക്ക് വേണം. മുഖ്യമന്ത്രിയോട് വെല്ലുവിളിയും മുഖ്യമന്ത്രി തിരിച്ചു വെല്ലുവിളിച്ച് നടക്കുന്ന ആ ഒരു ഗവർണർ മുഖ്യമന്ത്രി തർക്കത്തിൽ എന്താകും ഇനി അങ്ങോട്ടുള്ള ഭാവി എന്ന് കാത്തിരുന്ന് കാണണം. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നില തീരെ പരിതാപകരമാണെന്നും ഇത് താൻ രാഷ്ട്രപതിയെ അറിയിക്കുമെന്നും തന്നെ വഴിയിൽ തടഞ്ഞ SFIക്കാരുടെ പ്രവൃത്തി താൻ രാഷ്ട്രപതിയെ അറിയിക്കുമെന്നും ഒക്കെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഗവർണർ ഒന്ന് തണുക്കുമോ എന്ന് അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഗവർണറെ വീണ്ടും ആവർത്തിക്കുകയാണ്, ഗവർണറെ വീണ്ടും പ്രകോപിപ്പിച്ചാൽ അതൊരു വലിയ നിയമയുദ്ധങ്ങളിലേക്കും ഭരണഘടനാ പ്രതിസന്ധിയിലേക്കുമൊക്കെ നീളുമോ എന്നതാണ് അറിയേണ്ടത്. പക്ഷേ ഗവർണർ ഉടക്ക് വെച്ചാൽ വേറൊന്നും സംഭവിക്കാനില്ല. ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും തങ്ങളുടെ മന്ത്രിപദത്തിൽ തന്നെ തുടരേണ്ടി വരും. പുതിയ മന്ത്രിമാർക്ക് സത്യപ്രതിജ്ഞയ്ക്ക് ഗവർണറുടെ അനുമതി ലഭിക്കുന്നത് വരെ. എന്തായാലും ഇടതു മുന്നണിക്ക് നവകേരള സദസ്സ് തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ അവസാനിക്കുന്ന ആ വേളയിൽ ഒരു കടുത്ത വെല്ലുവിളി തന്നെയാകും ഈ ഗവർണറുടെ തീരുമാനം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.